എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹസ്വാഗതം. നമുക്കിന്ന് ക്രിയകളെപ്പറ്റി, ക്രിയ രണ്ട് വിധത്തിലുണ്ടെന്നറിയാം. അതെന്തൊക്കെയാണ്? സകർമ്മക ക്രിയയും അകർമ്മക ക്രിയയുമാണ്. അതെങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുകയെന്ന് നോക്കാം. എന്താ ഈ സകർമ്മക ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർമ്മമുള്ള ക്രിയയാണ് സകർമ്മക ക്രിയ, അല്ലേ? കർമ്മമില്ലാത്ത ക്രിയയാണ് അകർമ്മക ക്രിയ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കേ. वो आम खाता है, मैंने पुस्तक पढ़ी, राम रोटी खाएगा. ഇവിടെ കർത്താവ് കർമ്മം ക്രിയ. അപ്പം എങ്ങനെയാ കർമ്മമുള്ള ക്രിയ എന്ന് മനസ്സിലാക്കുക? ക്രിയയോട് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്ന ക്രിയയാണെങ്കിൽ അതെന്താണ്? കർമ്മം സകർമ്മകമാണ്. കർമ്മത്തിനോട് കൂടിയാണ് ചോദിക്കുന്നത്. കർമ്മത്തിനോട് ചോദിക്കുന്നു നമ്മൾ, ആരെ അല്ലെങ്കിൽ എന്തിനെ. വോ ആം ഖാത്താ ഹെ. അപ്പം നമുക്ക് കർമ്മത്തോട് ചോദിക്കാം, ആരെ എന്തിനെ. അപ്പം പറയും, ഞാൻ മാങ്ങ, അല്ലേ? ഇവിടെ ആം എന്ന് പറയുമ്പോൾ മാങ്ങ. ആരെ എന്തിനെ. അപ്പോൾ ഞാൻ മാങ്ങയെ തിന്നു. എന്തിനെ തിന്നു? മാങ്ങയെ തിന്നു, അല്ലേ? അപ്പോൾ ഇവിടെ ഉത്തരമുണ്ട്. അപ്പോൾ ഇത് കർമ്മമുള്ള ക്രിയയാണ്. അതുപോലെ തന്നെ मैंने पुस्तक पढ़ी. അപ്പം ആരെ പഠിച്ചു? എന്തിനെ പഠിച്ചു? പുസ്തകത്തെ പഠിച്ചു. രാം റോട്ടി ഖായേഗ. അപ്പം രാമൻ എന്ത് തിന്നു, അല്ലേ? അപ്പോൾ റോട്ടി. അപ്പം രാമൻ റൊട്ടി തിന്നും എന്നാണ് പറയുന്നത്. അപ്പം രാമൻ റോട്ടി തിന്നു. അപ്പോൾ ഇതൊക്കെ സകർമ്മ ക്രിയകളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് കർമ്മമില്ലാത്ത ക്രിയയുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചു നിർത്തിയത്? എല്ലാം മറന്നുപോയാ? വായിച്ചവും പഠിച്ചിട്ടൊന്നുണ്ടേ? ഭൂതകാലക്രിയ പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? അപ്പോൾ അതിൽ ഞാൻ കർമ്മത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നേക്കാപ്രയോഗം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സകർമ്മക്രിയ എന്താണെന്ന് മനസ്സിലായി. ഇനി അകർമ്മക്രിയ എന്താണെന്ന് മനസ്സിലാക്കാം. ഇവിടെ കുറച്ച് ഉദാഹരണം കൊടുത്തിരിക്കുന്നു. രാമ ജാത്താ ഹെ. രാമൻ പോകുന്നു. ആരെ പോകുന്നു? എന്തിനെ പോകുന്നു? അവിടെ ഒരു ഉത്തരം കിട്ടുന്നില്ല, അല്ലേ? അപ്പോൾ ഇതെന്ത് ക്രിയയാണ്? അകർമ്മക ക്രിയയാണ്. അപ്പോൾ വോ സോത്താ ഹെ. ആരെ ഉറങ്ങുന്നു? എന്തിനെ ഉറങ്ങുന്നു? അവിടെ ഒരു ഉത്തരം കിട്ടുന്നില്ല. തും ദൗഡ്ത്തെ ഹെ. ആരെ ഓടുന്നു? എന്തിനെ ഓടുന്നു? അവിടെ ഉത്തരം കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ക്രിയകൾ എന്താണ്? ഇങ്ങനെയുള്ള കർമ്മങ്ങൾ എന്താണ്? അകർമ്മക ക്രിയകളാണ്, അല്ലേ? ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ഉത്തരം കിട്ടാത്ത, ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത കർമ്മങ്ങളൊക്കെ അകർമ്മക ക്രിയകളാണ്. അപ്പം ഞാനിവിടെ ഞങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഭൂതകാലക്രിയയിലാണ് നേയം പ്രയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പം നേയപ്രയോഗം വരുമ്പോൾ നമുക്ക് കർമ്മത്തിനനുസരിച്ചിട്ടാണ് ക്രിയ മാറുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? മറ്റുള്ള കാലങ്ങളിലൊക്കെ എന്താണ്? ക്രിയക്കനുസരിച്ച് കർത്താവിനനുസരിച്ചിട്ടായിരുന്നു എന്ത് മാറിയിരുന്നത്? ക്രിയകൾ മാറിയിരുന്നത്. പക്ഷേങ്കിൽ ഭൂതകാല ക്രിയയിൽ എങ്ങനെയാണ്? കർമ്മത്തിനനുസരിച്ചിട്ടാണ് ക്രിയകൾ മാറുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലാക്കി എടുക്കുകയും വേണം. കേട്ടല്ലോ? അപ്പോൾ നമ്മളിവിടെ കുറച്ച് സകർമ്മക്രിയകളും അകർമ്മക്രിയകളും എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സകർമ്മക്രിയ അകർമ്മക്രിയകളുമാണ്. അപ്പം കുറച്ച് അത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ താനേ പഠിച്ചോളൂ. മനസ്സിലായല്ലോ? ഇവിടെ കൊടുത്തിരിക്കുന്നു, സകർമ്മക്രിയകളാണ് ഇതൊക്കെ. കണ്ടില്ലേ? എന്തൊക്കെയത്? ലിഖ്ന, പഠന, ഖാന, പീന, കർണ, മാർന, ബാണ്ഡന, ഖീഞ്ചന, മാന്ന, സഹന, കാട്ടന, ജീത്തന, ടക്കന, തോടന, ബനാന, കമാന. ഇതെല്ലാം അർത്ഥറിയാവുക? അർത്ഥറിയില്ല നിങ്ങൾ ചോദിക്കണം എന്നോട്, എന്നാലേ എനിക്ക് പറയേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളൊന്നും ഉണ്ടാഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചോദിക്കാനാ? പറയണം കേട്ടോ. അറിയില്ലെങ്കിൽ
പിന്നെ മനാന, ഘോൽന, സൗപ്പിന, ചാപ്പിന, ചിപ്പാന, ഉഠാന, ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. സുന്ന, ബച്ചാന, സജാന, സീഖ്ന, ചാഹ്ന, മാങ്ഘ്ന, റഖ്ന, ഭേജ്ന, ചൂമ്ന, ഉബാൽന, ദേഖ്ന, ചൂമ്ന, പിന്നെന്താ റഖ്ന, ഭേജ്ന, ചൂമ്ന, ഉബാൽന, ദേഖ്ന, ഗരീദിന, ലേന, പെഹജാന. അല്ലേ? ഇതൊക്കെ എന്ത് ക്രിയകളാണെന്ന് ഞാൻ പറഞ്ഞേ. ഇതൊക്കെ സകർമ്മക ക്രിയകളാണ്. മനസ്സിലായല്ലോ? ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടും. ഇനി അടുത്തത് എന്താ? അകർമ്മക ക്രിയകൾ നോക്കാം നമുക്ക് കുറച്ച്. ഇവിടെ കണ്ടോ? ആന, ജാന, സോന, ബൈഠന, റോന, ഹസന, കൂദിന, ഡൂബിന, കൂദിന വരെ കാണുന്നുള്ളൂ അല്ലേ? കൂദിന. പിന്നെ ജൽന, ജഗഡ്ന, രഹന, നികൽന, നഹാന, ചടിന, കാമ്പിന, അത്ര വരെ കാണുന്നുള്ളൂ അല്ലേ കുട്ടികളെ? മുഴുവൻ നോക്കാം. കാമ്പിന വരെ അല്ലേ? പിന്നെ എന്താ? ഡൂബിന, ഡൂണ്ടിന, ടൂട്ടിന, ഡൂണ്ടിനല്ല ടൂട്ടിന, പൊട്ടിക്ക. ഡൂണ്ടിന എന്ന് പറയുമ്പോൾ അത് അന്വേഷിക്കുക എന്നാ വരിക കേട്ടോ. ഡൂണ്ട്, ഇവിടെ ചന്ദ്രക്കല്ലും കുത്തുമ്പോൾ ഡൂണ്ട് കേട്ടോ. ഇവിടെ ടൂട്ടിന. ബസ്ന, ഘാസ്ന, ബജ്ന, പിന്നെ ബഹ്ന, ബഹജ്ന, ചമക്ന, മുസ്കുരാന, വളരെ കാണുള്ളൂ അല്ലേ? പിന്നെ എന്താണ്? ജീന, മർണ, ലേട്ടിന. പിന്നെ കുറച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയത്? കാമ്പിന, ബോൽന, തൈർന, ഗിർന, ലൗട്ട്ന, ഉത്തർന, ജാഗിന. ഈ പറഞ്ഞൊക്കെ എന്താണ്? അകർമ്മക ക്രിയകളാണ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞു സകർമ്മക ക്രിയയും അകർമ്മക ക്രിയയും ഇങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു അല്ലേ? ക്രിയയോടാണ് ചോദിക്കേണ്ടത്, ആരെ അല്ലെങ്കിൽ എന്തിനേയും. അപ്പോൾ അതിന് ഉത്തരം കിട്ടുകയാണെങ്കിൽ ആ ക്രിയ എന്താണ്? ആ ക്രിയയിലുള്ള കർമ്മം എന്താണ്? സകർമ്മക ക്രിയയാണ് കേട്ടോ. അങ്ങനെയുള്ള ക്രിയകൾ, ഉത്തരം കിട്ടുന്ന ക്രിയകളാണ് സകർമ്മകവും. ഉത്തരം കിട്ടാത്ത ക്രിയകൾ എന്താ? സകർമ്മ ക്രിയയായിരിക്കും. മനസ്സിലായല്ലോ? രണ്ട് ക്രിയ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് ക്രിയകൾ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് സകർമ്മക ക്രിയയാണ്, മറ്റൊന്ന് അകർമ്മക ക്രിയയാണ്. അപ്പം നാം അതെങ്ങനെ അത് തിരിച്ചറിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിയയോട് നമ്മൾ ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്ന ഇതാണെങ്കിൽ അതെന്താണ്? സകർമ്മക ക്രിയയാണ്. ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ സകർമ്മകമാണ്. ഉത്തരം കിട്ടിയില്ല എങ്കിൽ ആ ക്രിയ എന്താണ്? അകർമ്മക ക്രിയയാണ്. ഇത്രയും മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഉദാഹരണം ഇവിടെ കൊടുത്തു. വോ ആം ഗാത്താഹെ, ആരെ തിന്നുന്നു, എന്തിനെ തിന്നുന്നു എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടി, മാങ്ങയെ തിന്നുന്നു. നേരെ മറിച്ച് വോ സോത്താഹെ എന്നാണെങ്കിലോ ആരെ ഉറങ്ങുന്നു, എന്തിനെ ഉറങ്ങുന്നു, അതിന് ഉത്തരം കിട്ടുന്നില്ല അല്ലേ? അതൊരു പ്രവൃത്തിയാണ്, ഉറങ്ങുന്നു. അപ്പോൾ ആ ഉത്തരം കിട്ടാത്ത കർമ്മം എന്താണ്? അകർമ്മക ക്രിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര മനസ്സിലായില്ലേ കുട്ടികളെ? എന്താ ഈ സകർമ്മക്രിയ അകർമ്മക്രിയ? ഇനിയാണ് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനുള്ളത്. ഈ അകർമ്മവും സകർമ്മവും വെച്ചിട്ടാണ് നമുക്ക് ഭൂതകാലത്തിലാണ് കൂടുതലായിട്ടും ഈ പ്രയോഗം വരുന്നത്. ഏത് നേക്കാ പ്രയോഗം എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു പ്രയോഗമാണ്. അത് ഏത് ഭൂതകാല ക്രിയകളിലാണ് വരുന്നത്? അത് ഏതിനെ ആസ്പദമാക്കിയിട്ടാണ് വരുന്നത്? ക്രിയകളെ ആസ്പദമാക്കിയിട്ടാണ് വരുന്നത് അല്ലേ? സകർമ്മവും അകർമ്മവും. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചെടുക്കണം, മനസ്സിലാക്കിയെടുക്കണം. എങ്കിലേ നമുക്ക് മറ്റുള്ള ക്ലാസ്സുകളൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ കുട്ടികളെ. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്യല്ലോ, മനസ്സിലാക്കിയല്ലോ കുട്ടികളെ, പഠിക്കുമല്ലോ. എന്നാൽ ഇന്നത്തെ ക്ലാസ് ഒരു കുഞ്ഞു ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്ക്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ലൈക്കെല്ലാം ഇടറോ കേട്ടോ കുട്ടികളെ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും. എന്നാൽ പിന്നെ തുടർച്ചയായിട്ടുള്ള മറ്റുള്ള ക്ലാസ്സുകളൊക്കെ കാണാമല്ലോ. എന്നാൽ പിന്നെ ഇന്നത്തെ ക്ലാസ് ഞാൻ തൽക്കാലമായിട്ട് നിർത്തുകയാണ്. എന്തായാലും നിങ്ങൾ ക്ഷമയോടുകൂടി പഠിക്കുക, മനസ്സിലാക്കുക കേട്ടോ.
താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.